1989 ക്രിസ്മസ് സീസൺ. ഒരുപാട് സിനിമകൾ അന്ന് തിയേറ്ററിൽ എത്തി. പക്ഷെ അതിൽ കുറച്ച് പ്രത്യേകതകൾ നിറഞ്ഞ കുറച്ച് സിനിമകളുണ്ട്. അപ്പൊ ആ ഒരു സീസണിനെ കുറിച്ച്, ക്രിസ്മസ് സീസണിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പ്രത്യേകതകൾ നിറഞ്ഞ സീസൺ എന്ന് പറയാൻ കാരണം അതിലെ ചില സിനിമകളാണ്. അതിലെ പ്രധാനപ്പെട്ട സിനിമ മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു 10 കഥാപാത്രങ്ങൾ എടുത്താൽ അതിലൊരു കഥാപാത്രമായിരിക്കും മൃഗയ. കാരണം മമ്മൂട്ടി എന്ന നടന്റെ പെർഫോമൻസ്, മമ്മൂട്ടിയുടെ ലുക്കും, നമുക്കറിയാം മമ്മൂട്ടി എന്ന നടൻ വളരെ ഹാൻസം ആയിട്ടുള്ള നടൻ, അദ്ദേഹത്തിന് ആ ഒരു രൂപത്തിലോട്ട് മാറ്റിയെടുത്തു. ഐ.വി. ശശി എന്ന സംവിധായകൻ, ലോഹിദാസ് എന്ന എഴുത്തുകാരൻ, ലോഹിദാസ് എന്ന സിനിമയിലൊക്കെ വന്ന് ഒരു 2 വർഷം ആയിട്ടുള്ളൂ. തനിയാവർത്തനം പോലത്തെ ഒരു വലിയൊരു സിനിമ, നല്ലൊരു സിനിമ മമ്മൂട്ടിക്ക് കൊടുത്ത ശേഷം മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി മാറിയ വ്യക്തിയാണ് ലോഹിദാസ്. അന്ന് ലോഹിദാസ് പറഞ്ഞ ചെറിയൊരു ത്രെഡാണ് 2 വരിയിൽ. ഒരു നാട്ടിൽ ഒരു പുലി ഇറങ്ങുന്നു, ആ പുലിയെ പിടിക്കാൻ ഒരാളെ നാട്ടുകാർ കൊണ്ടുവരുന്നു, അവസാനം അയാൾ പുലിയെക്കാട്ടും ശല്യമായി മാറുന്നു. അങ്ങനെ രസകരമായിട്ട് ത്രെഡ് പറഞ്ഞിട്ടാണ് ഐ.വി. ശശിക്കും മമ്മൂട്ടിക്കൊക്കെ അതിനോട് ഇഷ്ടം തോന്നിയത്. ആ ഒരു സിനിമ 89 ക്രിസ്മസിനാണ് തിയേറ്ററിൽ എത്തിയത്. 2 സ്റ്റേറ്റ് അവാർഡ് ആ സിനിമയ്ക്ക് കിട്ടി. ഒന്ന് മമ്മൂട്ടിക്ക് മൃഗയും വേറെ അന്ന് വടക്കൻ വീരഗാഥയും കൂടിയാണ്. വടക്കൻ വീരഗാഥയുണ്ട്, മതിലുകളുണ്ട്, നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട് മമ്മൂട്ടിക്ക് അന്ന്. പക്ഷെ നാഷണൽ അവാർഡിൽ മൃഗയല്ല, മതിലുകളും വടക്കൻ വീരഗാഥയാണ്. എന്തായാലും മൃഗയ്ക്ക് അന്ന് നാഷണൽ അവാർഡിന് സ്റ്റേറ്റ് അവാർഡിൽ മമ്മൂട്ടിക്ക് ലഭിക്കാൻ കാരണമായ 2 സിനിമകളിൽ ഒരു സിനിമയാണ് മൃഗയ. ഐ.വി. ശശി ലഭിച്ചിട്ടുണ്ട് അല്ല അവാർഡ്. ഇതേ സമയത്ത് തന്നെയാണ് മമ്മൂട്ടി നമ്പർ 20 മദ്രാസ് മെയിലും അഭിനയിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരിക്കൽ മണിമുള്ള രാജു പറഞ്ഞിട്ടുണ്ട്. മൃഗയ എന്ന സിനിമ വളരെ ബുദ്ധിമുട്ടിയാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത്. അതിലൊരു മേക്കപ്പ് ഒക്കെ ഇട്ട്, രാവിലെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു വൈകുന്നേരം വരെ ആ സിനിമയിൽ അഭിനയിക്കും. എന്നിട്ട് മേക്കപ്പ് ഒക്കെ അഴിച്ചു വെച്ച് മമ്മൂട്ടി ഇവിടുന്ന് ഇവരുടെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലാണ് ഈ നമ്പർ 20 മദ്രാസ് മെയിലിൽ അതിന്റെ ഷൂട്ട് രാത്രി ആ ട്രെയിൻ വാടകയ്ക്ക് എടുത്താണ് അവർ ചെയ്യുന്നത്. അങ്ങനെ മമ്മൂട്ടി ഇവിടെ വന്ന് ട്രെയിനിൽ കയറി പുലർച്ചെ വരെ ഇവരുടെ കൂടെ അഭിനയിച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒന്ന് പോയി മയങ്ങി, അങ്ങനെയാണ് ഒരു 20 ദിവസത്തോളം ഉറങ്ങാതെയാണ് മമ്മൂട്ടി 2 സിനിമയും ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഒരു എഫേർട്ട് ആയിരിക്കാം മമ്മൂട്ടിക്ക് മൃഗയ്ക്ക് കിട്ടിയതും നമ്പർ 20 മദ്രാസ് മെയിലായാലും 2 സിനിമയ്ക്കും മമ്മൂട്ടിക്ക് ഗുണം ചെയ്ത സിനിമകൾ തന്നെയാണ്. അടുത്ത സിനിമ കാലാൾപ്പട. അത് വിജയ് തമ്പി രഞ്ജിത്ത് കൂട്ടുകെട്ട്. വിജയ് തമ്പി സംവിധായകനായ ശേഷം തുടക്കകാലത്ത് കുറെ സിനിമകൾ രഞ്ജിത്ത് എഴുതിയിട്ടുണ്ട്. അതിലുള്ളൊരു സിനിമയാണ് കാലാൾപ്പട. കാലാൾപ്പട ശരിക്കും ഷൂട്ട് തുടങ്ങി കുറച്ചു കാലം മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി വിജയ് തമ്പി വേറൊരു സിനിമ ചെയ്തു, എന്നിട്ടൊക്കെയാണ് സിനിമ പൂർത്തീകരിക്കുന്നത്. ഈ സിനിമ അന്ന് വലിയൊരു വിജയമല്ലായിരുന്നു, പക്ഷെ നല്ലൊരു രസമുള്ള സിനിമയാണ്. ഇപ്പോഴും കണ്ടാൽ അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. അതിന്റെ സ്റ്റാർ കാസ്റ്റ് ഗംഭീരമാണ്. കാരണം ജയറാമാണ് നായകൻ, പിന്നെ റഹ്മാനും ഉണ്ട്. ഇവർ 2 പേരും അതിൽ നല്ല ഒരു നായകതുല്യമായിട്ടുള്ള റോളുകളാണ്. റഹ്മാൻ അപ്പോഴേക്കും തമിഴിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയ ഒരു സമയമാണ്. ഇതിൽ തിലകൻ ഒരു വില്ലൻ റോളാണ്. തിലകന്റെ മക്കളായിട്ട് രതീഷും സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഇതിലൊരു നെഗറ്റീവ് റോളാണ്. അപ്പോഴേക്കും സുരേഷ് ഗോപി നായകതുല്യമായിട്ടുള്ള സിനിമകൾ, ഈ സിനിമ റിലീസ് ആവുന്ന സമയമായപ്പോഴേക്കും സുരേഷ് ഗോപി അത്യാവശ്യം നായകനായിട്ടൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സ്റ്റാർട്ടം ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ അത്യാവശ്യം പടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇതിന്റെ അവസാനം ക്ലൈമാക്സ് ഒക്കെ ഷൂട്ടിംഗ് സമയത്ത് റഹ്മാനും ജയറാമും ഇതിൽ സുരേഷ് ഗോപിയും ഗുണ്ടകളൊക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസിൽ റഹ്മാൻ സുരേഷ് ഗോപിനെ ഇടിക്കുന്നത് സുരേഷ് ഗോപിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ജയറാം വേണമെങ്കിൽ എന്നെയൊക്കെ തല്ലിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായതായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ അന്ന് കുറച്ച് ഡിലേ ആയിട്ട് ഇറങ്ങിയതുകൊണ്ടായിരിക്കാം വിചാരിച്ച പോലെ അന്ന് തിയേറ്ററുകളിൽ ഏറ്റില്ല. അടുത്തൊരു സിനിമ ശശികുമാർ എന്ന ഹിറ്റ് മേക്കറുടെ സിനിമയാണ് നാഗപഞ്ചമി. അതിൽ സുരേഷ് ഗോപിയും സായ് കുമാറും ശോഭനയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ പക്ഷെ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. കാരണം ശശികുമാർ നമുക്കറിയാം ഹിറ്റ് മേക്കറാണ്. 70കളിലും 80കളിലൊക്കെ ഒരുപാട് ഹിറ്റ് സൂപ്രധാനം, പ്രേം നസീർ, മമ്മൂട്ടി, മോഹൻലാലും അതും എല്ലാവരും വെച്ച് ഹിറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ്. സായ് കുമാർ ആ വർഷം 89 ആ ഓഗസ്റ്റിൽ ഇറങ്ങിയ റാംജി റാവുലൂടെയാണ് സിനിമയിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കമ്മിറ്റ് ചെയ്ത കുറച്ച് സിനിമകളിൽ ഒരു സിനിമയായിരുന്നു. എനിക്കൊന്ന് സായ് കുമാർ അന്ന് ഈ സംവിധായകൻ നോക്കിയിട്ടൊക്കെ ഡേറ്റ് കൊടുത്തതായിരിക്കാം. എങ്കിലും അദ്ദേഹം കമ്മിറ്റ് ചെയ്ത സിനിമകളും അദ്ദേഹം നിരസിച്ച കുറെ സിനിമകൾ എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ നിരസിച്ച സിനിമകളൊക്കെ അന്ന് എനിക്ക് തോന്നുന്നു സൂപ്പർ ഹിറ്റായി. ഏതൊക്കെ സിനിമകളെന്ന് എനിക്ക് അറിയില്ല, ഞാൻ പല ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കമ്മിറ്റ് ചെയ്ത സിനിമകളൊന്നും വിചാരിച്ച പോലെ ഹിറ്റില്ല. അതായിരിക്കും സായ് കുമാർ എന്ന നടൻ ഒരു നായകനായിട്ട് പിന്നീട് അദ്ദേഹത്തിന് അങ്ങനെ ശോഭിക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും നാഗപഞ്ചമിയും റാംജി റാവു കഴിഞ്ഞിട്ട് അദ്ദേഹം കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ആ സിനിമ വിചാരിച്ച പോലെ ഇന്ന് തിയേറ്ററിൽ ഏറ്റില്ല. മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ന്യൂസ്. സുരേഷ് ഗോപി, ഷാജി കൈലാസിന്റെ ആദ്യത്തെ സിനിമ. ഒരുപാട് വർഷക്കാലം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച ഷാജി കൈലാസ് ഡയറക്ട് ചെയ്ത സിനിമ ന്യൂസ്. നല്ലൊരു സിനിമയാണത്. നമ്മൾ ഇന്നും കണ്ടു കഴിഞ്ഞാൽ നല്ല സിനിമ. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഒക്കെ ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ
അതിൽ കുറെ മഹേഷ്, ബൈജു, അങ്ങനെ കുറച്ച് കോളേജ് സ്റ്റുഡൻസും ഒരു മർഡറും അത് അന്വേഷിക്കാൻ സുരേഷ് ഗോപി വരുന്നതും അങ്ങനെ നല്ല രസമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ന്യൂസ്. ഷാജി കൈലാസ് എന്ന സംവിധായകനും ഒരു പേര് കിട്ടി ആ ഒരു സിനിമയ്ക്ക്. പക്ഷെ അങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റ് അല്ല, പക്ഷെ നല്ലൊരു പേര് കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു ന്യൂസ്. എനിക്കൊണ്ട് കുറച്ച് കാലം എടുത്തു ആ ഒരു സിനിമ തിയേറ്ററിൽ എത്താനും ഒക്കെ ആയിട്ട്, ഷൂട്ടൊക്കെ തുടങ്ങിയിട്ട്. എങ്കിലും നല്ലൊരു സിനിമ തന്നെയായിരുന്നു ന്യൂസ്. പിന്നെ ഒരു സിനിമ ലയനം. ലയനം എന്ന് പറയുന്ന സിനിമ തുളസീദാസ് എന്ന സംവിധായകന്റെ സിനിമ. സിൽക്ക് സ്മിത, ഉർവശിയുടെ അനിയൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ലയനം ഒന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നെ അതൊരു എ സർട്ടിഫിക്കറ്റിലെ ഒരു സിനിമ ആയതുകൊണ്ട് ആ രീതിയിൽ യുവാക്കളൊക്കെ അന്ന് ഇടിച്ചു കയറിയിട്ട് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കിയതാണ്. പക്ഷെ ലയനം കഴിഞ്ഞിട്ട് പിന്നീട് തുളസിദാസ് അത്തരത്തെ സിനിമകളൊന്നും ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അതുപോലത്തെ സിനിമകളൊക്കെ ചെയ്യാനാണ് ഒരുപാട് ഓഫേഴ്സ് വന്നത്. പക്ഷെ അദ്ദേഹം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പിന്നെ കൗതുക വാർത്തകൾ എന്ന സിനിമ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്കറിയാം കുറെ കോമഡി സിനിമകളൊക്കെ ചെയ്തു. മോഹൻലാലിനെ മമ്മൂട്ടിനെ വെച്ചൊക്കെ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും സിനിമകളാണ് അന്ന് തിയേറ്ററുകൾ പ്രധാനമായിട്ട് എത്തിയത്, മലയാളം സിനിമകൾ. ഇതില് സൂപ്പർ ഹിറ്റ് ആയത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയനം എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലാണ് അന്ന് സിനിമ ഇറങ്ങിയത്. ഞാൻ എവിടെയോ ഒരു പോസ്റ്റർ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി സിനിമകളൊക്കെ ന്യൂസും ആണ് കുറച്ചെങ്കിലും പിന്നെ ഓടിയിട്ടുള്ളത്. പിന്നെ കാലാളപ്പട അന്ന് വലുതായിട്ട് വിജയിച്ചില്ല, നാഗപഞ്ചമി വിജയിച്ചില്ല. മൃഗയ, ഓഫ് കോഴ്സ് മൃഗയ എന്തായാലും സൂപ്പർ ഹിറ്റ് ആണ്. പക്ഷെ മൃഗയ ആണോ ലയനമാണോ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്ന രീതിയിൽ എന്തുകൊണ്ടും മൃഗയ തന്നെയാണ് ആ ഒരു വിന്നർ. ഫാമിലി ഓഡിയൻസ് ഒക്കെ കയറിയ ഒരു സിനിമ മൃഗയ തന്നെയാണ്. പക്ഷെ അതോടൊപ്പം നമുക്ക് ലയനത്തിന്റെ കാര്യം മറക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇത്രയും സിനിമകൾ നിങ്ങൾ കണ്ട സിനിമകൾ, നിങ്ങൾ അന്ന് തിയേറ്ററിൽ കണ്ട സിനിമകളും അല്ലാതെ നിങ്ങൾ DVD-യിലോ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ട് ഇപ്പോഴും നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഈ കൂട്ടത്തിൽ സിനിമകൾ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് കമന്റ് ചെയ്യുക. മാപ്സ്റ്റിക് മീഡിയ നമ്മുടെ വായനാപ്രേമികൾക്ക് വേണ്ടി ഒരു ഓഫറായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എഴുതിയ പുതിയ പുസ്തകമാണ് തെമ്മാടിയുടെ മോള്. മാൻകൈൻഡ് ലിറ്ററേച്ചർ പബ്ലിഷ് ചെയ്ത 5 ചെറുകഥകളാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. അതായത് ഈ വീഡിയോൻ്റെ അടിയിൽ തെമ്മാടിയുടെ മോള് എന്ന ടൈറ്റിലിനെ കുറിച്ച് നിങ്ങൾ മനോഹരമായ 2-3 വാചകങ്ങൾ എഴുതാം. നിങ്ങൾ പലരും ഈ പുസ്തകം ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് പേര് വായിക്കാനിരിക്കുന്നുണ്ടാവും. എന്തായാലും വായിച്ചവരാണെങ്കിൽ അതിൻ്റെ കഥയെക്കുറിച്ചോ എന്തുമാവാം നിങ്ങൾക്ക് തോന്നുന്ന 2-3 മനോഹരമായ വാചകങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന പുസ്തകപ്രേമികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏകദേശം ഒരാഴ്ചയാണ് ഇതിന് സമയമുള്ളത്. അതായത് ജൂൺ 26 വരെ നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് മാപ്സ്റ്റിക് മീഡിയ അതൊന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഈ പുസ്തകം ഗീവ് അവേ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. ഇനി നിങ്ങൾ പുസ്തകം വായിക്കുന്നവരല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്കിത് വാങ്ങി ഗിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സമയം കളയേണ്ട, ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കേട്ട ശേഷം ഇപ്പം തന്നെ നിങ്ങളതിൽ കമൻറ്റ് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്യാം. മറക്കണ്ട, തെമ്മാടിയുടെ മോള്, അതാണ് ടൈറ്റിൽ.